തത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 121 സങ്കീർത്തനം 2 തിരുവചനം. എനിക്കുള്ള സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. എത്ര മനോഹരമായൊരു വചനമാണിത്. ഇത് പ്രത്യാശയുടെ വലിയ ഏറ്റുപറച്ചിലാണ്. സങ്കീർത്തകനായ ദാവീദ് തന്റെ ജീവിതത്തിൽ വിവിധങ്ങളായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നൊമ്പരങ്ങളും വേദനകളും അവഗണനകളും ഒറ്റപ്പെടുത്തലുകളും ഒത്തിരിയേറെ കൊടിയ ദുരിതങ്ങളിലൂടെ താൻ കടന്നുപോയപ്പോൾ ദാവീദ് തിരിച്ചറിഞ്ഞ സത്യമായിരുന്നു, കർത്താവ് മാത്രമാണ് എൻ്റെ നിത്യസഹായകൻ. ഞാൻ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലും വേദനകളിലും നൊമ്പരങ്ങളിലും ദുഃഖങ്ങളിലും ഞാൻ ഒറ്റയ്ക്കല്ല. എന്നെ വിളിച്ച എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വലിയ തിരിച്ചറിവ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ഒരു വെളിപാടിൽ വേണം ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കേണ്ടത്. കർത്താവ് വിശ്വസ്തനാണ്. ഈ വലിയ തിരിച്ചറിവോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മനസ്സിന്റെ ഭാരങ്ങള്, നമ്മുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന വിവിധങ്ങളായ ആകുലതകളുണ്ട്. ഒരുപാട് കൊടിയ വേദനകളുടെയും ദുരിതങ്ങളുടെയും നാളുകളിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും നമ്മുടെ ജീവിതത്തെ ഞെരുക്കിക്കളയുന്നുണ്ട്. എന്റെ സഹോദര സഹോദരി, കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക. അവിടുന്ന് നമ്മുടെ നിത്യസഹായകനാണ്. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നമ്മെ കരുതുവാൻ, സൂക്ഷിക്കുവാൻ, പരിപാലിക്കുവാൻ കർത്താവ് ശക്തനാണ്. ഒരു നിമിഷം ദൈവസന്നിധി നമ്മുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ മഹത്വം നമ്മുടെ മേൽ ഇറങ്ങട്ടെ. കർത്താവിന്റെ തേജസ്സിനാൽ നമ്മൾ പ്രകാശിതരാകട്ടെ. കർത്താവിന്റെ ആത്മാവിനാൽ നമ്മൾ അഭിഷേചിതരാകട്ടെ. ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ആവശ്യമായ വചനങ്ങൾ നൽകണം. ആവശ്യമായ വചനം നൽകണമേ. ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളിൽ നിറയണമേ. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ഞങ്ങൾ ഒറ്റയ്ക്കല്ല, നിത്യസഹായകനായി കർത്താവ് കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ഞങ്ങളെ വളർത്തണമേ. പരിശുദ്ധാത്മാവേ, ഉള്ളങ്ങളെയും തുറക്കണമേ, ഹൃദയങ്ങളെ ദൈവവചനത്തിനായി ഓരോ ജീവിതത്തെയും വിശുദ്ധീകരിക്കണമേ. കുടുംബങ്ങളിലേക്ക് വരണമേ, സമൂഹങ്ങളിലേക്ക് വരണമേ, ദേശാന്തരങ്ങളിലേക്ക് വരണമേ, രാജ്യങ്ങളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് എല്ലാം മറന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ തീയായി, ദൈവത്തിന്റെ കാറ്റായി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സമയം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവാത്മാവിന്റെ സ്പർശനത്തിനായി, പരിശുദ്ധാത്മാവിന്റെ തീ സാന്നിധ്യത്തിനായി നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഉള്ളം തുറന്ന്, കർത്താവേ എന്നെ ഉണർത്തണമേ, എന്നെ പ്രചോദിപ്പിക്കണമേ, എന്നെ തീയാക്കണമേ. ആഗ്രഹിച്ച് കരമടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യരുടെ മേൽ ആവസിച്ചു. പരിശുദ്ധാത്മാവേ വരിക, പതിനായിരങ്ങളിൽ ആവസിക്കുക. നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ.
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ Power. പ്രാർത്ഥിക്കുന്നു, Yes. അവിടുത്തെ നാമത്തിൽ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ, ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. പരിശുദ്ധാത്മാവേ, ആയിരങ്ങളെ ഡെലിവറൻസിലേക്ക് നയിക്കണമേ. യേശുവിന്റെ Power. നാമത്തിൽ വിട്ടുമാറുക. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഹോളി സ്പിരിറ്റ്, anoint us, anoint us. കരങ്ങൾ ഉയർത്തി അടിച്ച് എല്ലാവരും നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, കരങ്ങളും ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ പെരുവെള്ളരിമലോടെ ജീവിക്കുന്ന കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ച് ഒരു മനസ്സോടെ വിളിക്കുന്നു, യേശുവേ, ഞങ്ങളുടെ രാജാവേ, സർവശക്തനെ, സർവാധിപനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ താരകത്തിന്റെ കൃപയുടെ തീയായി കത്തിപ്പടരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപശക്തികൾ തകരട്ടെ, നാരിക ശക്തികൾ തകരട്ടെ, പൈശാചിക രൂപികൾ നിർവീര്യമാകട്ടെ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഛിന്നഭിന്നമാകട്ടെ. പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളെ ഉണർത്തണമേ, സമൂഹങ്ങളെ ഉത്തേജിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ പതിനായിരങ്ങളിലേക്ക് വരണമേ. ദൈവ തേജസ്സിനാൽ ഓരാത്മാവിനെയും പ്രകാശിപ്പിക്കണമേ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ, ദൈവവചനത്തിനായി ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. വചനത്തിൽ നിന്ന് കൃപ സ്വീകരിക്കുവാൻ, വചനത്തിന്റെ പവർ സ്വന്തമാക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ജീസസ്, ജീസസ്, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയോട് ചേർന്ന് ഈ വിശ്വാസ ജീവിതം നയിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഔസേ പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, നിങ്ങളുടെ സാന്നിധ്യം, സഹായം ഞങ്ങൾ തേടുന്നു. ആമേൻ. ഹല്ലേലൂയ. വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, വചനത്തെ മാനിക്കുന്നവരെ വചനം ഉയർത്തും. വചനത്തെ മാനിക്കുന്നവരെ വചനം ഉയർത്തും. എൻ്റെ സഹോദരങ്ങളെ, ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ആരെല്ലാം വചനത്തെ സ്നേഹിക്കുന്നുവോ, കർത്താവിൻ്റെ വചനത്തെ ആദരിക്കുന്നുവോ, വില കൊടുത്ത് ദൈവവചനത്തെ അനുസരിക്കുന്നുവോ, വചനാത്മക ജീവിതം നയിക്കുവാൻ ആരെല്ലാം തങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ, അവരെ എല്ലാം ദൈവത്തിൻ്റെ വചനം വളർത്തിയിരിക്കും. എന്തുമാത്രം അനുഭവങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് നമുക്കെല്ലാം പങ്കുവെക്കാനുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനത്തെ ആദരിച്ചപ്പോൾ, കർത്താവിൻ്റെ വചനത്തെ ബഹുമാനിച്ചപ്പോൾ, കർത്താവിൻ്റെ വചനത്തിന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകിയപ്പോൾ എന്തുമാത്രം അത്ഭുതകരമായ ദൈവിക നടത്തിപ്പാണ്. ദിനംതോറും ദൈവത്തിൻ്റെ വചനം വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ശുശ്രൂഷകളിലേക്കും എല്ലാം ധാരാളമായി
പകർന്നു നൽകിയത്. വചനത്തെ മാനിക്കുന്നവരെ വചനം ഉയർത്തും. സുഭാഷിത പുസ്തകം 16-ാം അധ്യായം 20-ാം വചനം. ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കൃഷ്ടം നേടും, കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ റൂഹ എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ദൈവവചനത്തെ ആദരിക്കുന്നവൻ ഉത്കൃഷ്ടം നേടും, കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവവചനത്തെ ആരെല്ലാം ആദരിക്കുന്നുവോ അവരെല്ലാം ആത്മീയമായും ഭൗതികമായും വളർച്ച പ്രാപിക്കും, അഭിവൃദ്ധി നേടുമെന്ന് ഉറപ്പോടെ കർത്താവിൻ്റെ വചനം വാഗ്ദത്തം തരികയാണ്. കർത്താവിനെ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാണ്. അവർക്ക് നഷ്ടം വരികയില്ല. ഏത് പ്രതിസന്ധിയിലാവട്ടെ, പ്രതികൂലങ്ങളാകട്ടെ, തകർച്ചകളിലാകട്ടെ, നൊമ്പരങ്ങളിലാകട്ടെ, കർത്താവിൻ്റെ വിട്ടുമാറാത്ത കൃപ അവരുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തി നിരന്തരം അവരെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനം നമുക്ക് അനുഭവിക്കുവാനും ദർശിക്കുവാനും കഴിയും. വചനത്തെ ആദരിക്കുന്നവരെ വചനം ഉയർത്തും. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 2-ാം അധ്യായം 30-ാമത്തെ വചനം ഇതിനോട് ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും. കർത്താവിൻ്റെ വചനത്തെ ബഹുമാനിക്കാത്ത, ദൈവവചനത്തെ ചവിട്ടിക്കളയുന്ന, കർത്താവിന് നിർമ്മലമായ വചനങ്ങളെ ദുഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്രകാരം ഒരു തലമുറയിൽ ദൈവവചനത്തെ ആദരിക്കുവാനും കർത്താവിൻ്റെ നിർമ്മലമായ വചനങ്ങളെ ബഹുമാനിക്കുവാനും ഈ വചനങ്ങളിൽ ചങ്കുറപ്പിക്കുവാനും വചനത്തിലൂടെ വെളിപ്പെടുന്ന കൃപകളെ, അഭിഷേകത്തെ സ്വീകരിക്കുവാനുമുള്ള ഒരു ഹൃദയ തുറവിയാണ് എൻ്റെ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. വചനത്തിന് വില കൽപ്പിക്കാത്ത ഒരു കാലഘട്ടം, വചനത്തെ ദുഷിക്കുന്ന നാളുകൾ. ഈ നാളുകളിൽ എന്ത് വില കൊടുത്തും എവിടെയും കർത്താവിൻ്റെ വചനത്തെ ഉയർത്തുവാനും വചനത്തിൻ്റെ മർമ്മങ്ങളെ മഹത്വപ്പെടുത്തുവാനും വചനത്തിൽ നിന്ന് കൃപ സ്വീകരിച്ച് വചനാനുസൃതമായ ജീവിതം നയിക്കുവാനും നമുക്ക് കഴിയണം. ഞാൻ ഉറപ്പോടെ പറയട്ടെ, അപ്രകാരമുള്ള ജീവിതങ്ങൾ നശിക്കുവാൻ, തകരുവാൻ ഒരിക്കലും കർത്താവ് സമ്മതിക്കില്ല. ഹല്ലേലൂയ. അപ്രകാരമുള്ള കുടുംബങ്ങളെ കർത്താവ് ഉയർത്തും, ആത്മീയമായി അവരെ വളർത്തും. ആ കുടുംബത്തിന്റെ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ പരിപാലനയുടെ കരങ്ങൾ അവിടെ നീട്ടിക്കൊടുക്കും. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ, പ്രതികൂലങ്ങൾ ഉണ്ടാകട്ടെ, തകർച്ചകൾ ഉണ്ടാകട്ടെ, അതിന് നടുവിലും അത്ഭുതകരമായി അവരെ പരിപാലിക്കുന്ന ദൈവപ്രവൃത്തിയുടെ ശക്തമായ ഇടപെടൽ പ്രകാരമുള്ള ഭവനങ്ങളിൽ സംഭവിക്കുമെന്ന് ദൈവത്തിന് വചനം ഉറപ്പ് തരികയാണ്. വചനത്തെ ആദരിക്കുന്ന സമൂഹങ്ങൾ, വചനത്തെ ആദരിക്കുന്ന ദേശങ്ങൾ, കർത്താവിൻ്റെ വചനത്തെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന സഭാ സമൂഹങ്ങളിലെല്ലാം അത്ഭുതകരമായ വളർച്ച സ്വർഗം നൽകും. ഇതാണ് വചനം പഠിപ്പിക്കുന്നത്. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1-ാമത്തെ വചനം എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ എന്തുമാത്രം ശക്തിയുള്ളവരാണ്. എന്താ വചനം പറയുന്നത്? ഞാൻ നിനക്ക് നൽകുന്ന എൻ്റെ വചനങ്ങളെ നീ ശ്രദ്ധാപൂർവം അനുസരിക്കുമെങ്കിൽ, നീ വളരെ ജാഗ്രതയോടെ അതിനെ ആദരിക്കുന്നുവെങ്കിൽ, ലോകത്തിലെ എല്ലാ ജനതകളെക്കാൾ ഞാൻ നിങ്ങളെ ഉന്നതരാക്കി മാറ്റും. ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എന്തുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിട്ടുമാറാത്ത തകർച്ചകള്, പ്രശ്നങ്ങള്, അസ്വസ്ഥതകള്, കലുഷിതമായ അവസ്ഥകള്, അടിക്കടിക്കുണ്ടാകുന്ന പരാജയങ്ങള്, പല വിധത്തിലുണ്ടാകുന്ന ആശങ്കകള്, ആകുലതകള്, നൊമ്പരങ്ങള്, ഇതെല്ലാം പേറി നരകതുല്യമായി ജീവിക്കുന്ന എത്രയോ ജീവിതങ്ങള് നമ്മുടെ ഇടയിലുണ്ട്. എൻ്റെ സഹോദര, നീ അപ്രകാരമുള്ളൊരു വ്യക്തിയാണോ? ഇതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല. ഈ പ്രാർത്ഥന കൊണ്ടും വചനം കൊണ്ടൊന്നും എൻ്റെ ജീവിതത്തിന് മാറ്റം വരുന്നില്ല.
എൻ്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. കർത്താവേ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? നീ ആകുലപ്പെട്ട് ആശങ്കപ്പെട്ട് ഭാരപ്പെടുന്ന വ്യക്തിയാണോ? സഹോദരി, ഇത് നിനക്കുള്ള ദൈവത്തിന്റെ പ്രവചനമാണ്. നിന്റെ കുടുംബത്തിനുള്ള ദൈവത്തിന്റെ ദൂതാണ്. എന്താണ് പരിശുദ്ധാത്മാവ് തരുന്ന ആലോചന? നീ വചനത്തെ ആദരിക്കുക, നീ കർത്താവിന്റെ വചനത്തെ ബഹുമാനിക്കുക, കർത്താവിന്റെ വചനത്തിൽ ഹൃദയമുറപ്പിക്കുക, കർത്താവിന്റെ വചനത്തിൽ വിശ്രമിക്കുക. യെസ്, ഈ നിർമ്മലമായ വചനങ്ങളിൽ എനിക്കും നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ, വിശ്രമിക്കാൻ പറ്റുമോ? അപ്രകാരമുള്ള ജീവിതങ്ങൾ കൃപയുടെ നീർച്ചാലുകളായി മാറ്റപ്പെടുമെന്ന് നമ്മുടെ കർത്താവ് ഉറപ്പ് തരികയാണ്. എത്ര പേർക്ക് ഇതിൽ വിശ്വസിക്കാൻ പറ്റും? അതാണ് വചനം പറയുന്നത്. ഭൂമിയിലുള്ള മറ്റെല്ലാ ജനതകളെക്കാൾ ഞാൻ നിങ്ങളെ ഉന്നതരാക്കും, ഞാൻ നിങ്ങളെ വളർത്തി വലുതാക്കും, ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. ഇതേ വചനമല്ല തന്നെ പ്രവാചകനോട് കർത്താവ് സംസാരിച്ചത്. യോശുവ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വചനം. അവിടെ എന്താ പറയുന്നത്? ന്യായപ്രമാണ ഗ്രന്ഥം, കർത്താവിന്റെ വചനം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. നീ വചനത്തെ ആദരിച്ച്, നീ വചനം ഇങ്ങനെ ക്ലെയിം ചെയ്ത് ഉറപ്പോടെ വിശ്വാസത്തോടെ വചനം പ്രഖ്യാപിച്ച് ഏറ്റുപറഞ്ഞ് കൺഫസ് ചെയ്ത് വചനത്തിന്റെ പവർ നമ്മളത് റിസീവ് ചെയ്യണം. എന്റെ വചനം നിന്റെ അധരത്തിൽ ഉണ്ടാകണം. അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം പാലിക്കുവാൻ അതീവ ശ്രദ്ധ നിനക്കുണ്ടാകണം. രാവും പകലും എന്റെ വചനങ്ങളെ ജാഗ്രതയോടെ നീ ധ്യാനിക്കണം. കർത്താവ് പറയാണ്, അപ്പോൾ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്ക് വളർച്ചയുണ്ടാകും. നീ വചനത്തെ മാനിക്കുമ്പോൾ വചനം നിന്നെ അനുഗ്രഹിക്കും. നീ വചനത്തെ അനുസരിക്കുമ്പോൾ വചനം നിന്നെ ബലപ്പെടുത്തും. നീ വചനത്തെ ബഹുമാനിക്കുമ്പോൾ വചനം നിനക്ക് എല്ലാവിധ നന്മകളും പ്രദാനം ചെയ്യുമെന്ന് യോശുവ പ്രവചനം 1-ാം അധ്യായം 8-ാമത്തെ വചനം ഉറപ്പ് തരികയാണ്. എത്ര പേർക്ക് ഈ വചനത്തിൽ വിശ്വസിക്കാൻ പറ്റും? ഇത് കെട്ടുകഥയല്ലല്ലോ എൻ്റെ സഹോദരങ്ങളെ, ഇത് വെറും മുത്തശ്ശി കഥയല്ല. ജീവനുള്ള കർത്താവിന്റെ വചസ്സുകളാണ്. ഈ വചനത്തിൽ നമ്മളിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതങ്ങളെ കൃപയിലേക്ക്, വിമോചനത്തിലേക്ക് നയിക്കുവാൻ കഴിയും. രാവും പകലും നീ ധ്യാനിക്കണം. വചനത്തെ ആദരിക്കുന്നവരെ വചനം ഉയർത്തുന്നു. സങ്കീർത്തനം 1-ാം സങ്കീർത്തനമാണ് 2-3 വചനങ്ങൾ. നീ കർത്താവിന്റെ വചനത്തിൽ ആനന്ദിക്കുക, രാവും പകലും നീ ധ്യാനിക്കുക, കർത്താവിന്റെ വചനങ്ങൾക്ക് വില കൊടുക്കുക, കർത്താവിന്റെ വചനത്തെ നീ മാനിക്കുക. അപ്രകാരമുള്ള ഓരോ ദൈവ പൈതലും ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അവന്റെ പ്രവർത്തികൾ ഫലമണിയുന്നു, അവർ അനുഗ്രഹിക്കപ്പെടുന്നു. സങ്കീർത്തന വചനങ്ങളിലൂടെ ദൈവത്തിന്റെ റൂഹ നമ്മോട് സംസാരിക്കുക. നീ വചനത്തെ സ്നേഹിക്കുന്നൊരു ദൈവ പൈതലായി മാറ്റപ്പെടുമ്പോൾ, വചനത്തെ നിന്റെ ജീവിതത്തിൽ ചങ്കായി നീ ഏറ്റെടുക്കുമ്പോൾ, ഈ വചനം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ഈ വചനം നിനക്ക് വേണ്ടി അടയാളങ്ങളിലൂടെ നിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒത്തിരി അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പങ്കുവെച്ചിട്ടുള്ളതാണ്. എൻ്റെ 15-ാമത്തെ വയസ്സിൽ സുവിശേഷ വേല ആരംഭിച്ചു. 30 വർഷങ്ങൾ കഴിഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുമാത്രം കർത്താവ് വിശ്വസ്തത പ്രകടമാക്കി. കർത്താവിന്റെ അനന്തമായ കാരുണ്യാവോളം അനുഭവിക്കാൻ സ്വർഗം ഇടവരുത്തി. ഈ വചനത്തിന് വേണ്ടി ജീവിതം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഈ വചനത്തിന് വേണ്ടി ജീവിതത്തെ കർത്താവിനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, ഈ വചനത്തിൽ ജീവിതം ബന്ധിച്ചപ്പോൾ, വചനത്തിൽ കെട്ടപ്പെട്ട ജീവിതമായി മാറ്റപ്പെട്ടപ്പോൾ, ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ, മാനുഷികമായ ചിന്തകൾക്ക് അപ്പുറമായ അളവിൽ കർത്താവ് നടത്തുകയാണ്, കർത്താവ് പരിപാലിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ,
അതൊക്കെ പങ്കുവെക്കാൻ നിന്ന് കഴിഞ്ഞാൽ ദിവസങ്ങൾ പോരാതെ വരും. ഇത് എൻ്റെ മാത്രം അനുഭവമല്ല, നമ്മുടെ ഓരോരുത്തരുടെ അനുഭവമാണിത്. വചനം നമുക്ക് വേണ്ടി ചെയ്ത നന്മകൾ, വചനം നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ, വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചൊരിഞ്ഞ നിരവധിയായ കൃപകളും നന്മകളും. ദൈവത്തിന്റെ വചനം അതാണ് പറയുന്നത്. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ നിന്റെ മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഫിലദൽഫിയ സഭയെ നോക്കി കർത്താവ് പറയുന്ന വാക്കുകളാണിത്. ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ നിന്റെ മുൻപിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. കർത്താവ് ഒരു വാതിൽ തുറന്നാൽ നമുക്കറിയാം ആർക്കും അത് അടയ്ക്കുവാൻ കഴിയത്തില്ല. കർത്താവ് ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാനും പറ്റത്തില്ല. ഇവിടെ എന്താ വചനം വെളിപ്പെടുത്തുന്നത്? ആർക്കും പൂട്ടാൻ അടയ്ക്കാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു പോയത്? എന്തുകൊണ്ടാണ് ഇപ്രകാരം കർത്താവിന്റെ ഇടപെടലുണ്ടായത്? തൊട്ടടുത്ത വചനത്തിൽ കർത്താവ് പറയാണ്, നിന്റെ ശക്തി പരിമിതമാണ്, നിന്റെ ബലവും ബലഹീനതൊക്കെ എനിക്കറിയാം. എന്നാൽ നിന്റെ പരിമിതമായ സാഹചര്യത്തിന് നടുവിൽ, നിന്റെ പരിമിതമായ കുടുംബ സാഹചര്യങ്ങളിൽ, നിന്റെ പരിമിതമായിട്ടുള്ള ജീവിതത്തിന് ചുറ്റുപാടുകളിൽ നിനക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഇതിന്റെ നടുവിൽ പോലും എൻ്റെ കുഞ്ഞേ, നീ വില കൊടുത്ത് എൻ്റെ വചനത്തെ കാത്തു, നീ എൻ്റെ വചനത്തെ ആദരിച്ചു, നീ എൻ്റെ വചനത്തെ അനുസരിച്ചു, നീ എൻ്റെ വചനത്തെ ബഹുമാനിച്ചു, നീ എൻ്റെ നാമം നിഷേധിച്ചില്ല, നീ എൻ്റെ വാഗ്ദാനങ്ങളെ നിഷേധിച്ചില്ല. ലോകത്തിന്റെ മുൻപിലും നീ എവിടെയായിരുന്നാലും നീ എൻ്റെ വചനത്തെ ഉയർത്തിപ്പിടിച്ചു, നീ എൻ്റെ വചനത്തെ മഹത്വപ്പെടുത്തി, നീ ആയിരിക്കുന്ന മേഖലകളിൽ നീ എൻ്റെ വചനത്തെ മാനിച്ചു. കർത്താവ് പറയാ, എൻ്റെ മകനെ, എൻ്റെ മകളെ, ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഇതാ ഞാൻ നിന്റെ മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! ഇതല്ലേ കർത്താവിന്റെ കാരുണ്യം? ഇതല്ലേ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നത്? നീ വചനത്തെ മാനിക്കുമ്പോൾ ഈ വചനം നിന്നെ ഉയർത്തുമെന്ന് ആവർത്തിച്ച് തന്റെ വിശുദ്ധ ലിഖിതങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇത് ഹൃദയത്തിൽ വേരുറയ്ക്കണം, ഇത് ഹൃദയത്തിൽ വേരുറപ്പിക്കണം. ലോകം കർത്താവിന്റെ വാക്കുകളെ ദുഷിക്കുമ്പോൾ, എത്തീസ്റ്റുകളാകുന്ന നിരീശ്വരന്മാരായിട്ടുള്ള ഭൗതികവാദികൾ, യുക്തിവാദികള്, ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ടുപോയവര്, ലോകത്തിന്റെ ആർഭാടങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവര്, ലൗകികമായ സുഖലോലുപതയ്ക്ക് വേണ്ടി ഓടുന്നവര്, അവർക്ക് വചനം നിന്ദ്യമാണ്, അവർക്ക് വചനം ബാധ്യതയാണ്, അവർക്ക് വചനം അവകാശമാണ്, അവർക്ക് വചനം ഒരു ശല്യമാണ്. അവരുടെ സ്വാതന്ത്ര്യത്തെ തടയുന്ന ഒന്നായിട്ടാണ് കർത്താവിന്റെ വാക്കുകളെ കാണുന്നത്. ഇപ്രകാരം ഒരു തലമുറയിൽ, ഇപ്രകാരമായിരിക്കുന്ന നാളുകളിൽ എൻ്റെ സഹോദര സഹോദരി, എനിക്കും നിങ്ങൾക്കും വില കൊടുത്ത് വചനത്തെ അനുസരിക്കാൻ പറ്റൂ? ഒരാൾക്ക് നമ്മളെ തൊടുവാനോ തകർക്കുവാനോ തള്ളിമറിക്കാനോ പിഴുതുമാറ്റാനോ പിഴുതെടുക്കാനോ കഴിയാത്ത വിധം കർത്താവിന്റെ മഹത്വത്തിന്റെ കൃപയുടെ കരങ്ങൾ നമ്മുടെ മേൽ അവിടുന്ന് വെക്കും. ഹല്ലേലൂയ! നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിന്റെ മഹത്വം നമ്മുടെ കുടുംബങ്ങളെ പൊതിയുന്നൊരു അനുഭവം. തീമതിലായി, തീക്കോട്ടയായി നമ്മുടെ ഭവനത്തിന് ചുറ്റും കർത്താവ് തന്നെ നിലയുറപ്പിക്കുന്നൊരു അനുഭവം. ഇത് സ്വർഗം നമുക്ക് തരികയാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോട് പറയുന്നൊരു കാര്യമുണ്ട്. തിമോത്തിയോസിന്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വചനം. എൻ്റെ തിമോത്തി, നിന്നെ ജ്ഞാനിയാക്കുന്ന കർത്താവിന്റെ വചനം നീ ചെറുപ്പം മുതലേ വായിക്കുന്നവനും പരിശീലിക്കുന്നവനുമാണ്. വചനത്തെ മാനിക്കുമ്പോൾ ഈ വചനം നമ്മളെ ജ്ഞാനമുള്ളവരാക്കും, കൃപയുള്ളവരാക്കും, അഭിഷേകമുള്ളവരാക്കും, വിശുദ്ധിയുള്ളവരാക്കും. വചനം നിന്നെ ജ്ഞാനിയാക്കുന്നു. വചനം നമുക്കറിയാം, ആദിമ സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട സഭാ ശുശ്രൂഷകനായിരുന്നു തിമോത്തിയോസ്. എന്താ കാര്യം? അവൻ വചനത്തെ മാനിച്ച
ഒരു ദൈവ പൈതലായിരുന്നു. വചനത്തെ ആദരിച്ചവൻ, വചനത്തിന് വേണ്ടി വില കൊടുത്തവൻ, വചനത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചവനായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് വചനത്തെ ബഹുമാനിക്കുവാൻ, ആദരിക്കുവാൻ നമുക്ക് കഴിയണം. 112 സങ്കീർത്തനം 1-2 വചനങ്ങളെ പറയുന്നുണ്ട്. ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തെ വചനങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. വചനങ്ങളിൽ ആനന്ദിക്കുന്നവൻ, വചനങ്ങളെ മാനിക്കുന്നവൻ, അവർ ഭാഗ്യവാന്മാരാണ്. 2-ാം വചനത്തിൽ പറയാ, അവരുടെ സന്തതികൾ ഭൂമിയിൽ പ്രബലരാകും. എത്ര പവർഫുള്ളായൊരു വാഗ്ദാനമാണിത്. വചനത്തെ മാനിക്കുന്നവരുടെ തലമുറ ഭൂമിയിൽ പ്രബലരാകും. ആ തലമുറ നശിച്ചു പോവില്ല. അവർ ലോകത്തിന് മലിനതയിൽപ്പെട്ട് നാശമടയുകയില്ല എന്ന് കർത്താവിന്റെ ജീവനുള്ള വചനം ഉറപ്പു തരികയാണ്. എൻ്റെ മാതാപിതാക്കളെ, നിങ്ങൾക്ക് ആശങ്കയും ആകുലതയും വേണ്ട. ഒരു അപ്പൻ, ഒരു അമ്മ, ഒരു ഭാര്യ, ഒരു ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾ വചനത്തെ ചങ്കായി ഏറ്റെടുക്ക്. നിങ്ങൾ വചനത്തെ മാനിച്ച് സ്നേഹിക്ക്. നിങ്ങളുടെ തലമുറയുടെ മേൽ കർത്താവിന്റെ കരുണ ഒഴുകപ്പെടും. നിങ്ങളുടെ മക്കളിൽ പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങും. നമ്മുടെ കുടുംബങ്ങൾ ദൈവ കൃപയുടെ കുടുംബങ്ങളായി മാറ്റപ്പെടും. ഇതല്ലേ വചനം വെളിപ്പെടുത്തുന്നത്. കർത്താവിന്റെ വചനങ്ങളെ ആദരിച്ച് അതിൽ ആനന്ദിക്കുന്നവർ, അവരുടെ സന്തതികൾ ഭൂമിയിൽ പ്രബലരായി മാറും. അവരുടെ തലമുറ അനുഗ്രഹീതമാകും. തൊട്ടടുത്ത വചനം നിങ്ങൾ വായിക്കണം. 112 സങ്കീർത്തനം 2-3 വചനങ്ങൾ നിങ്ങൾ വായിക്കണം. എത്ര കൃത്യതയോടെ കർത്താവ് പറയുന്നത്. അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, സന്തതികൾ പ്രബലരാകും. ആരുടെ സന്താനങ്ങളാ ഭൂമിയിൽ പ്രബലരാക്കി കർത്താവ് മാറ്റുന്നത്? വചനത്തെ മാനിച്ച് സ്നേഹിക്കുന്നവരുടെ മക്കൾ. അവർ നശിക്കില്ല പ്രിയപ്പെട്ടവരെ. ഈ ലോകം നശിച്ചാലും, ഈ കാലഘട്ടം വഴിപ്പിഴച്ച വിശ്വാസമില്ലാത്ത തലമുറയായി മാറുമ്പോഴും, വിശ്വാസത്യാഗത്തിന് പിടിയിൽപ്പെട്ട് അസംഖ്യം ആത്മാക്കൾ അമർന്നടിയുമ്പോഴും, അതിന് നടുവിൽ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ച് വിശുദ്ധിയോടെ കൃപയോടെ വചനത്തെ മാനിച്ച് ജീവിക്കുന്ന ഒരു തലമുറയായി നിന്റെ തലമുറ മാറ്റപ്പെടുമെന്ന് കർത്താവ് ഉറപ്പ് തരികയാണ്. ഹല്ലേലൂയ! എത്ര ശ്രേഷ്ഠകരമായ പ്രോമിസാണിത്. നമ്മളിത് വിശ്വസിക്കണം. 37-ാം സങ്കീർത്തനം 25-ാം വചനത്തിൽ പറയുന്നു, നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവന്റെ മക്കൾ ഇന്നോയോളം ഭിക്ഷയാചിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. നീതിമാൻ പരിത്യജിക്കപ്പെടുന്നത് കണ്ടിട്ടില്ല. ആരാ നീതിമാൻ? കർത്താവിന്റെ വചനത്തെ സ്നേഹിക്കുന്നവൻ, കർത്താവിന്റെ വാക്കുകളെ മുറുകെ പിടിക്കുന്നവൻ, കർത്താവിന്റെ വചനങ്ങളിൽ ഹൃദയമർപ്പിച്ചവരാണ് നീതിമാൻ. അവരുടെ മക്കൾ പരിത്യജിക്കപ്പെടുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത്, നശിച്ചു പോകുന്നത്, അവരുടെ തലമുറ അറ്റുപോകുന്നത് ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. അവരുടെ കുഞ്ഞുങ്ങൾ ആരുടെ മുൻപിലും ഭിക്ഷയാചിക്കേണ്ടി വരില്ല. കാരണം കർത്താവ് അവരെ പരിപാലിക്കും, കർത്താവ് അവരെ പോറ്റി വളർത്തും. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിലുള്ള ആശങ്കകൾ, ആകുലതകൾ, സാമ്പത്തികമായ വിഷയങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, കുടുംബത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, എന്തുമാവട്ടെ കർത്താവിൻ്റെ കരങ്ങളിൽ കേൾപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ വചനത്തെ മാനിക്കുന്നവരാകും. വചനത്തിന് വേണ്ടി നമ്മുടെ എല്ലാം സമർപ്പിക്കുന്നവരാക്. ഇത് നമുക്കൊരു ലഹരിയായി മാറണം, നമുക്കിത് കൃപയായി മാറണം. ഈ വചനം നിന്നെ വഴി നടത്തും, ഈ വചനം നിന്നെ വളർത്തും, നിന്നെ അഭിഷേകം ചെയ്യും, നിന്നെ മാനിച്ചുയർത്തും. ഈ സത്യം വിശ്വസിക്കുക സഹോദരങ്ങളെ. ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിൽ മിനിമം നിങ്ങൾ വചനം ഭക്ഷിക്കണം. വചനം ഭക്ഷിച്ച് വചനത്തിൻ്റെ പവർ സ്വീകരിച്ച്, കൃപ സ്വീകരിച്ച്, വചനത്തിൻ്റെ തീയായി ഈ തലമുറയിൽ നമുക്ക് പ്രകാശിക്കാം. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കും. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം.
മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ മഹത്വത്തിൻ സാന്നിധ്യം